ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് പോകുന്നത് എന്നത് മറ്റൊരു കാര്യം. പക്ഷെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നമ്മുടെ കേരളത്തിന് ആവശ്യമായ സഹായം നൽകാത്തതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർന്നില്ല. എന്നാൽ മറ്റു ചില ശബ്ദങ്ങൾ ഉയരുകയും ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പണമാണല്ലോ കാര്യങ്ങൾ. ആ പണത്തിന് ഉള്ള വഴികൾ ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അപ്പൊ നമ്മുടെ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായിട്ട് സർക്കാർ നൽകണം. തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അവരെ ശമ്പളം മുടക്കില്ല. അതായിരുന്നു സാലറി ചാലഞ്ച്. അതിനെയാണ് അന്ന് പ്രതിപക്ഷം എതിർത്തതെന്ന് ഓർക്കണം. അതിനെതിരെ കോടതിയിൽ പോയത് ഈ പണം കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. എന്താണ് അവരുടെ വികാരം? ഇതുപോലൊരു ആപൽ ഘട്ടത്തിൽ നാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി എല്ലാവിധ സഹായവും ചെയ്യേണ്ട ഘട്ടത്തിൽ അതിനെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഏതായാലും ആ കാര്യത്തിലേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല. ഇവിടെ വലിയ തോതിലുള്ള തെറ്റായ പ്രചരണം അഴിച്ചുവിടാനാണ് വലിയ ശ്രമങ്ങളാണ്. അതിന്റെ ഒരു കാര്യം, നമ്മുടെ കടം വൻപിച്ച കടമാണ്. കേരളം കടത്തിടിയിലായിരിക്കുകയാണ്. ഇത് ഭീതിജനകമായ പ്രതീതി കടക്കടിയേറ്റുള്ള പ്രചരണത്തിലൂടെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. എന്താണ് അവസ്ഥ? ഇപ്പൊ നമ്മുടെ ലോകത്താകെ കോവിഡ് കാലത്ത് വായ്പാ വരുമാന അനുപാതം വർദ്ധിക്കുന്നതിനായിരുന്നു. നമുക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനത് പറ്റുമായിരുന്നില്ല. ഇവിടെ ആ ഘട്ടത്തിൽ നമ്മുടെ വായ്പാ വരുമാന അനുപാതവും വർദ്ധിച്ചത്. പക്ഷെ നമ്മൾ കാണുന്നത് 2020-21 38%. അത് 2023-24 ആയപ്പോ 34% കുറഞ്ഞു. ഇനിയും കുറഞ്ഞു. ഇത് നല്ല സിഗ്നലായിട്ടാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. അപ്പോ കടക്കടി എന്ന് പറയുന്നത് ശുദ്ധ വികസന വിരുദ്ധ പ്രചരണം മാത്രമാണ്. നമ്മുടെ നാടിനെതിരെ അഴിച്ചുവിടുന്ന ഒരു വികസന വിരുദ്ധ പ്രചരണമായിട്ടാണ് അതിനെ നാം കാണുന്നത്. നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമ പദ്ധതി, ഇപ്പോ വീടില്ലാത്ത പാവപ്പെട്ടത് ആ വീടെന്ന സ്വപ്നത്തോടെ മണ്ണിടിഞ്ഞു പോയ കഥവാക്കി അത്തരമൊരവസ്ഥ പരിഹരിക്കുന്നതിനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആ ലൈഫ് പദ്ധതിയിൽ നമുക്കിപ്പോ 4.5 ലക്ഷത്തിലധികം വീടുകളാണ് സംസ്ഥാനത്താകെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള വീടുകൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ 5 ലക്ഷത്തിലേക്ക് എത്താനാണ് പോകുന്നത്. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു നേരത്തെ. 2016 അധികാരത്തിൽ വന്ന സർക്കാർ ആദ്യ പരിശോധന അതിനെക്കുറിച്ച് നടത്തുമ്പോൾ അന്ന് 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. അന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗം 2016 ആ കുടിശ്ശികയാകെ കൊണ്ടുനിൽക്കാനാണ് തീരുമാനിച്ചത്. 18 മാസം. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ വർധനവ് തുടങ്ങി. 600 നിന്ന്
1600 അതിപ്പോ മുടക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായി. ഞാൻ മറ്റു വിസ്താരങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും കൃത്യമായി മാസം തോറും വിതരണം ചെയ്യുന്ന അവസ്ഥയാണ് നാം സ്വീകരിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിലാണ് ആ പദ്ധതി. അതെങ്ങനെയാണ് നമ്മുടെ പൊതുജനത്തെ ശക്തിപ്പെടുത്തുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിദരിദ്രർ നമ്മുടെ കേരളത്തിൽ 64,000 കുടുംബങ്ങൾ. ആ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യം നമ്മുടെ സർക്കാർ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി ഈ വരുന്ന നവംബർ 1 രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്ന പ്രഖ്യാപനം നാം നടത്താൻ പോവുകയാണ്. ഇവിടെ 2016 മുതൽ നാം സ്വീകരിച്ചു വരുന്ന സമീപനമുണ്ട്. 2014 600 വാഗ്ദാനങ്ങളായിരുന്നു പ്രകടന പത്രികയിലുണ്ടായിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി അത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളായതുകൊണ്ട് ആ കാര്യങ്ങളാകെ ജനങ്ങളെ ഓരോ വർഷവും അറിയിക്കുകയും അതാണ് സർക്കാർ പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട്. അത് 21 തോറും ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദേശീയ തലത്തിൽ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയ അവസ്ഥയാണ്. പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നേരത്തെ 2 വർഷം ചില കാലഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ സാമ്പത്തിക രംഗത്തെ നാഴികക്കല്ലായിട്ട് തന്നെയാണ് പഞ്ചവത്സര പദ്ധതിയെ ഇടതുപക്ഷം വിലയിരുത്തിയത്. ഇപ്പോ രാജ്യത്താകെ പഞ്ചവത്സര പദ്ധതി വേണമെന്ന് വെച്ചപ്പോ കേരളം ഒരു പദ്ധതി നയം എന്ന നിലയിൽ തന്നെ ആ പഞ്ചവത്സര പദ്ധതി തുടരാൻ തീരുമാനിച്ചു. 2016 13ാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പാക്കിയത്. ഇപ്പോൾ 14ാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വികസന വിരുദ്ധർ പ്രചരിപ്പിച്ച ഒരു കാര്യം കേരളത്തിന്റെ സാമ്പത്തിക രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഇവിടെ പഞ്ചവത്സര പദ്ധതി വിഹിതം വലിയ തോതിലാണ് വെട്ടിക്കുറച്ചത്. ഇപ്പൊ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ പ്രചരണമാണ്. ഇതൊന്നും ഊഹിച്ചു പറയുന്ന കാര്യമില്ലല്ലോ, കണക്കുകളുണ്ടല്ലോ. 2025 മാർച്ച് 31 സാമ്പത്തിക വർഷത്തിന്റെ അവസാനം. ആ മാർച്ച് 31 കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും സംസ്ഥാന വാർഷിക പദ്ധതിയാണെങ്കിൽ 2024-25 30,370 കോടി രൂപയായിരുന്നു. 30,370 കോടി രൂപയിൽ ചെലവഴിച്ചത് എത്രയാണ്? ചെലവഴിച്ചത് 29,224 കോടി 23 ലക്ഷം രൂപ. ഇത് പദ്ധതി അടവിന്റെ 96.23%. എവിടെയാണ് സാമ്പത്തിക തകർച്ച? എവിടെയാണ് പദ്ധതിയുടെ പണം ചെലവിടാത്ത അവസ്ഥ വരുന്നത്? ഏതൊരു കണക്കെടുത്ത് പരിശോധിച്ചാലും മാതൃകാപരമായ ചെലവുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഇപ്പോ നമ്മുടെ കേരളത്തില്
അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും ശക്തിയാർജിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മുടെ 2024-25 വാർഷിക പദ്ധതിയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കായി വകയിരുത്തിയത് 8,532 കോടി രൂപയായി. കേരളത്തിലെ തദ്ദേശ മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തിയ പണം 2,532 കോടി രൂപ. കൂടി ഒന്നും നടക്കുന്നില്ല, എല്ലാം തകർന്നുപോയി. ശുദ്ധ കടക്കണിയാണ്, സാമ്പത്തിക രംഗ തകർച്ചയാണ്. ഈ 8,532 അപ്പോ ഇതെല്ലാമാണ് വസ്തുതയിൽ ആ പണം ചെലവഴിക്കാൻ കഴിയില്ല. ഇപ്പൊ ചെലവഴിച്ചത്രയും 9,452 കോടി 72 ലക്ഷം രൂപ. ഇതാണ് കേരളം. 2,532 കോടി ചെലവഴിക്കേണ്ട സ്ഥാനത്താണ് 9,452 കോടി 72 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ഇപ്പൊ ശതമാനത്തിൽ കൂടിയ 110.79% നമ്മുടെ കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. അപ്പോ നാം സ്വീകരിക്കുന്ന ബദലായ ഈ തരത്തിലുള്ളതാണ്. അപവാദ പ്രചരണം എത്രമാത്രം കൊള്ളയാണ് എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. പഞ്ചവത്സര പദ്ധതി തുടരുക എന്ന ബദൽ നയം നാം നടപ്പാക്കിയതിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ പറഞ്ഞത്. കോവിഡ് കാലത്ത് സ്വാഭാവികമായും തളർച്ച എല്ലായിടങ്ങളിലും ഉണ്ടായി, ഇവിടെയുമുണ്ട്. അതിനുശേഷം നമ്മുടെ സാമ്പത്തിക മേഖല നല്ല വളർച്ചയുടെ പാതയിലാണ്. ഇപ്പോ നടപ്പുവിലയിൽ സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ വളർച്ച പരിശോധിച്ചാൽ 2022-23 10.72% ഇപ്പോൾ 2023-24 കണക്കെടുത്താൽ 11.97%. ഇപ്പോൾ വർധനയിലാണ് നാം നിൽക്കുന്നത്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ഉത്പാദനം നല്ല രീതിയിൽ വളർന്നു വരും. ഇനി പ്രതിശീർഷ വരുമാനം എടുത്താലോ, പ്രതിശീർഷ വരുമാനത്തിന്റെ വളർച്ച 2022-23 10.28%. അത് 23-24 ആയപ്പോ 10.86% വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കുക, പ്രത്യേക പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുക. അങ്ങനെ വന്നപ്പോൾ കാർഷിക അനുബന്ധ മേഖലകൾ നല്ല വളർച്ച കൈവരിച്ചു. കാർഷിക അനുബന്ധ മേഖലകൾ നേടിയ വളർച്ച എത്തിയതറിയോ 5.6%. ആ തരത്തിലുള്ള വളർച്ചയാണ് നേടിയത്. 5.61% വളർച്ച നേടിയെന്ന് പറയുമ്പോൾ കോവിഡ് കാലത്ത് വളർച്ച എന്ന് പറഞ്ഞല്ലോ, ആ ഘട്ടത്തില് -0.38%, -0.38% മാത്രമേ അന്ന് തളർച്ചയായിട്ടുണ്ടായി. അവിടുന്നാണ് 23-24 ഉത്പാദന മേഖലയാകെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വന്നു. ഉത്പാദന മേഖലയാകെ എടുത്താൽ 5.57% വളർച്ചാ നിരക്ക് കൈവരിച്ചു. ഇപ്പൊ വ്യവസായ മേഖലയിൽ നാം സ്വീകരിച്ച നടപടി അതും 2016 തുറന്നു വന്നാൽ അതിന്റെ ഭാഗമായി നല്ല തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലുണ്ടായി. രാജ്യത്ത് 1ാം സ്ഥാനം തന്നെ നമുക്ക് നേടാൻ കഴിയും. ഉത്പാദന മേഖലയുടെ വളർച്ചയിൽ നല്ല പുരോഗതിയാണ് നേടാൻ നമുക്ക് കഴിയും. IT രംഗമെടുത്താലും സ്റ്റാർട്ടപ്പ് മേഖലയെടുത്താലും വലിയ കുതിച്ചുയാത്ര തന്നെയാണ് നമുക്ക് നടത്താനായിട്ടുള്ളത്. ഇവിടെ നിക്ഷേപത്തിന് തയ്യാറായി വരുന്നവരുടെ മുന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് പരിസ്ഥിതി നിയമങ്ങളും തൊഴിൽ സുരക്ഷാ നിയമവും കൃത്യമായി പാലിച്ചാൽ ഒരു നിക്ഷേപത്തിന്റെ ഉദ്യമവും
ആ നിലയിൽ ഉറപ്പുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നേരത്തെ നമ്മുടെ നാടിനുണ്ടായിരുന്ന പേരിൽ നിക്ഷേപങ്ങൾ വരാത്ത സംസ്ഥാനം എന്നായിരുന്നു. അത് മാറി വലിയ തോതിൽ നിക്ഷേപകർ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബഹുരാഷ്ട്ര കമ്പനികളടക്കം വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ സേവനങ്ങൾക്ക് വേണ്ടി പലതവണ ഓഫീസിൽ കയറുന്നതിന്റെ അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഓൺലൈനായി നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. തൊഴിൽ സ്ഥാപനങ്ങളെയും തൊഴിലന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ബിരുദധാരികളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കാൻ ജനപങ്കാളിത്തത്തോടെ ഇടപെടൽ നടത്തിക്കൊണ്ട് തൊഴിലന്വേഷിക്കുന്നവർക്ക് നൈപുണ്യവും അതിന്റെ പരിശീലനം കേഡിസും അസാമും ഒക്കെ നടത്തുന്നത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുകയും പൊതുമേഖലയാകെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. കെൽട്രോ 1000 കോടി വിറ്റുവരരുതെന്ന അഭിമാനകരമായ നേട്ടത്തിലെത്തി നിൽക്കുകയാണ്. വൈദ്യുതി മേഖലയിലെ തടസ്സങ്ങളില്ലാത്ത വൈദ്യുതി എല്ലാ വ്യവസായങ്ങൾക്കും നൽകുന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ട്രാൻസിറ്റ് പദ്ധതി നല്ല നിലക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറക്കുന്ന നിലപാട് സ്വീകരിച്ചു. നമ്മളതിനെതിരെ നിവേദനങ്ങൾ പലവട്ടം കൊടുത്തു. അവസാനം സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്. നമ്മെ ശ്വാസം മുട്ടിക്കാൻ, സാമ്പത്തികമായി ലഭിക്കാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അതിന്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക 2020-21 തനത് നികുതി വരുമാനം 47,000 കോടി രൂപയായിരുന്നു. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ നികുതി വരുമാനം ഇപ്പോൾ എത്രയാണെന്നറിയോ? 47,000 രൂപയല്ല, 80,000 കോടി രൂപയായിരുന്നു. GST നടപ്പാക്കിയപ്പോൾ ഒരുപാട് പാകപ്പെടുകയുണ്ടായി. അത് ശക്തമായി GST കൗൺസിൽ ഉന്നയിച്ചതും അതിന് പരിഹാരമാണെന്ന് നിർദ്ദേശിച്ചതുമൊക്കെ അതിന്റെ മുൻപന്തിയിലാണ് കേരളം എന്നത്. നമ്മുടെ നികുതി ഭരണ സംവിധാനം ആധുനിക സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഗുണഫലങ്ങൾ തുറന്ന കാലങ്ങളിലാണ് ഉണ്ടാകാൻ പോകുന്നത്. നികുതിയേതര വരുമാനം ഒരുപാട് കാലമായി പരിഷ്കരിക്കാതെ നടക്കുകയാണ്. ബജറ്റിലൂടെ അതിന്റെ വരുമാനം പരിഷ്കരിക്കുന്ന നിലപാട് നാം ഇപ്പോൾ സ്വീകരിക്കുന്നു. കേരളത്തിന്റെ കേരള വിരുദ്ധ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധമൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു. റവന്യൂ ചെലവുകളുടെ വളർച്ചയിൽ വലിയ തോതിൽ മിതത്വം പാലിക്കുന്നു. ഈ നിലപാടാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നു. 2016 മുതൽ നടപ്പാക്കി വരുന്ന ബദൽ നയം നമുക്ക് തുടരേണ്ടതുണ്ട്. കേപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും ഡിജിറ്റൽ ഉപഭോഗം സാധ്യമാക്കാൻ തയ്യാറ് വരുന്നത്, മലയോര ജനതയുടെ ഭൂമിയുടെ അവകാശം കൃത്യമായി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ്. പട്ടയങ്ങൾ നല്ല രീതിയിൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. മൂല്യവർദ്ധ
സൗകര്യങ്ങളും ആധുനിക മാർക്കറ്റിംഗ് അവസരങ്ങളും ഒക്കെ ഇതിനായി പ്രയോജനപ്പെടുത്തുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും വളരെ പ്രാധാന്യത്തോടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. 4 വിമാനത്താവളങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. 5ാമത് നിങ്ങളുടെ നാട്ടിലാണ് വരുന്നത്. ഇവിടുത്തെ വിമാനത്താവളം മറ്റ് തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാം പറയുന്ന ലക്ഷ്യമിടുന്ന നവകേരളം അതൊരു സങ്കല്പമല്ല, അതാണ് നാം ആദ്യം കാണേണ്ടത്. വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. ഇതാണ് നാം അത് സംബന്ധിച്ച് കാണേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ സമർപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ആമുഖ ഭാഷണം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹാഭിവാദം.